യുവാക്കൾ അവിടെ പോകുന്നത്, അതിനകത്ത് 3 ഫാക്ടറുണ്ട്. ആ പാടുന്ന ആൾ ഒരു യുവാവാണ്. അപ്പോൾ അതുകൊണ്ട് യുവാക്കൾ സ്വാഭാവികമായിട്ട് യുവാക്കളായിട്ടിരിക്കുന്നവർ, പിന്നെ അത് ആ വരികൾ എഴുതാനായിട്ടുള്ള അയാളുടെ കഴിവ്, അത് എന്തായാലും ഇപ്പം നമുക്കാർക്കെങ്കിലും അങ്ങനത്തെ വരി വരില്ല. അത് അയാൾ ജീവിതം കൊണ്ട് അനുഭവിച്ചിട്ടുണ്ടായി, അതിനകത്ത് അത് വാക്കാക്കാനുള്ള കഴിവ്. അപ്പോൾ അനുഭവമൊക്കെ ചിലപ്പോൾ ഭയങ്കര ദുരിതം പിടിച്ച ജീവിതമൊക്കെ നമ്മളൊക്കെ അനുഭവിച്ചാലും അത് കവിത എഴുതാൻ അറിഞ്ഞേ പറ്റൂ. അപ്പോൾ അത് നന്നായി എഴുതാൻ കഴിവുള്ള, പിന്നെ അതിൻ്റെ ആ ഫോം, ആർട്ട് ഫോം, ഈ ഏറ്റവും ആധുനികമായ രീതിയിൽ റാപ്പ് ഫോമാണ് ഉപയോഗിക്കുന്നത്. അത് ലോകവ്യാപകമായി റാപ്പ് പാട്ട് പാടുന്നത് കേൾക്കുകയും എടുക്കുകയും ചെയ്യുന്ന, അതിൻ്റെ വരികൾ കേട്ടിട്ട് പോലും അല്ലാതെ അതിൻ്റെ ആ ഫോമിനകത്ത് തന്നെ ഇഷ്ടം നമുക്ക് തോന്നാം. അപ്പോൾ അത് പ്രാസൊപ്പിച്ച് വാക്കുകൾ വരികയും, പക്ഷേ ഇവിടെ ഈ 2-3 ഫാക്ടർ ഒന്നിച്ച് ചേർന്നാണ് അത് നിൽക്കുക. അതുകൊണ്ട് അവിടെ ആൾ കൂടും, അത് യുവാക്കൾ വരും. അത് എതിർക്കപ്പെടുന്ന ഒരു റെസിസ്റ്റൻസിൻ്റേതായിട്ടുള്ളൊരു സ്ഥലമുണ്ട് ഈ പറയുന്ന വരികളിനകത്തല്ല. ഒരു തീവ്രമായി എതിർക്കാനായിട്ട് തയ്യാറാകുന്ന യൗവനമുള്ള ആൾക്കാർക്ക് ഏറ്റവും ആഗ്രഹമുള്ളതാണ് ഈ നമ്മളെല്ലാവരും നന്നാകാൻ പഠിപ്പിക്കുന്ന വാക്കുകളിനകത്തുനിന്ന് മോചിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുന്നത് യൗവനമുള്ളപ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത്ഭുതകരമായിട്ടോ അതിനകത്തൊന്നുമില്ല. അത് ഏറ്റവും നന്നായി ചെയ്യുന്ന ഒരാളാണ് വേടൻ. അതാണ് അതിനകത്തുള്ളത്. ഒപ്പം തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ന് ലോകത്തുണ്ടായി. ഇപ്പം നമ്മൾ തന്നെ ഈ ഇതിന് മുന്നിലിരുന്ന് സംസാരിക്കുന്നതാണ് എളുപ്പമാണ്, നമ്മൾ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ അത് അതിനു വേണ്ടി ആൾക്കാരുടെ ഇടയിൽ ഷെയർ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പാട്ട് പാടിയാലും ശരി, അത് വളരെ, അതിനെയാണ് വൈറൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് എല്ലാവരിലും അങ്ങനെ എത്തിച്ചേർന്ന് ഇപ്പോൾ ഇൻസിഡൻ്റ്, അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യുന്ന ഏത് കാര്യവും ഇപ്പോൾ അയാൾക്ക് അനുകൂലമാണ്. ആർട്ടിസ്റ്റ് എന്നുള്ള നിലവാരത്തിൽ പ്രായമായവർ കേൾക്കാതിരുന്നവർ മുഴുവൻ കേട്ടു. മറ്റേത് യൗവനമുള്ളവർ മാത്രമേ. അടുത്തതാണ് നിങ്ങൾ നോക്കിക്കോ, പ്രായമായവരും കൂടെ വേദിക്ക് നിന്ന് എത്തി നോക്കുന്നുണ്ട്. അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട്. ഇതൊന്നും വേടൻ പ്ലാൻ ചെയ്തതൊന്നും അല്ല. അതാണ് സംഭവിക്കുന്നത്. നമ്മൾ ഒരു അറസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നതിൻ്റെ കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ട് മാറുന്ന സ്ഥലങ്ങളാണ്. എന്നാൽ രാഷ്ട്രീയം അറിയുന്നവർക്കൊക്കെ അറിയാം ഇത് അവർക്ക് ഗുണമല്ലാതെ വരുന്നു എന്ന്. പക്ഷെ അത്ര ബുദ്ധിയില്ലാത്ത ഇടനിലയ്ക്കുള്ള രാഷ്ട്രീയക്കാരുണ്ട്. അവർ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ട്. പിന്നെ മറ്റേത്, വേടനെ നന്നായി പെരുമാറാതിരുന്നു, മോശമായി പെരുമാറി എന്ന് പറയുന്ന അവൻ്റെ കൂട്ടുകാരികളായിരുന്നവർ നമ്മുടെ മീറ്റു എന്ന് പറയുന്ന ഒരു എനിക്ക് തോന്നുന്നു 5 വർഷം മുമ്പെങ്ങാണ്ടായിരുന്നു. അന്ന് ഈ വിഷയത്തിനകത്ത് ഞാൻ അദ്ദേഹത്തിനെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കാണുന്ന സമയത്ത് പബ്ലിക്കായിട്ട് അപ്പോളജ് ചെയ്യുകയല്ലാതെ പറയുന്നത് കേൾക്കുമ്പം അവനൊരു വളരെ അന്നൊരു 18-19 വയസ്സൊക്കെ കാണുമായിരിക്കും. അപ്പം നമുക്കിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഒരു വളരെ നെയ്വായ ഒരു കുട്ടി പോലെയാണ്. അപ്പോൾ അവന് ഒരു തരത്തിലും നമ്മുടെ യൗവനമുള്ള പുരുഷന്മാർ പുറകെ നടന്ന് ഉപദ്രവിക്കുന്ന നിലവാരത്തിൽ സ്ത്രീകളുടെ പുറകെ നടക്കുക എന്ന് പറയുന്നതൊക്കെ ചെയ്യുന്ന എല്ലാ യൗവനമുള്ള ആൾക്കാരും ധൈര്യമില്ലാത്തവരെ ചെയ്യുന്നുണ്ടാകത്തില്ല, അല്ലാത്തവരെല്ലാം ചെയ്യുന്നുണ്ടാവും. ആ ചെയ്യുന്നത് തന്നെ രീതിയിൽ വളരെ മോശമായിട്ട് ഈ സ്ത്രീകളിലൊക്കെ പെരുമാറിയ കൂട്ടുകാരികളായിരിക്കുന്നവരാണ്, അടുപ്പമുള്ളവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടാൽ ഇനി പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യാതെ ഒരു രക്ഷയില്ല. അല്ലാതെ വേറൊരു മെക്കാനിസം ഞാൻ കാണുന്നില്ല. കാരണം അവൻ്റെ പാട്ടും അവൻ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോഴും ഇത് പൊറുക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് പബ്ലിക്കായിട്ട് അപ്പോളജ് ചെയ്യണം. അങ്ങനെ പബ്ലിക്കായിട്ട് അയാൾ അപ്പോളജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വേണ്ടും വണ്ണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പിന്നത്തെ ഒരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഉള്ളത്. ആരോടാണോ ചെയ്യേണ്ടത് അവരെ കണ്ടു പറയുകയൊക്കെ ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. അത് ചെയ്തിട്ടൊന്നുമില്ല. അത് കാരണം കൊണ്ടാണ് അത് അങ്ങനെ നിൽക്കുന്നത്. പിന്നെ ആ ആള് നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ അടുത്ത് മര്യാദയില്ലാതെ പെരുമാറിയ ആൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളായിട്ട് മാറുന്ന കണ്ടാൽ നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരും. ആർക്കും ദേഷ്യം വരും. നമ്മുടെ അയലത്തുള്ളവൻ
അവിടെ മണ്ണ് മാന്തിയ പാർട്ടിയാണ്. മണ്ണ് മാന്തിയ പാർട്ടിയെ പറ്റി ബാക്കിയുള്ളവരെല്ലാവരും കൂടെ വോട്ട് കൊടുത്ത് അവിടുത്തെ എന്താണ് മെമ്പറാക്കിയാൽ ഉണ്ടാകുന്ന ദേഷ്യം നമുക്കുണ്ട്. അതുപോലൊരു ഏരിയ അതിനുണ്ട്. അനുഭവിച്ച ആളിനെ സംബന്ധിച്ചോളം അവിടെ അത് പരിഹരിച്ചിട്ടില്ല. അതായത് മുൻകൈ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. അയാൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമുക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ. അതേ സമയത്ത് സാമൂഹികമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളെ അയാൾ അനുഭവിച്ച് വളർന്ന ആളെന്നുള്ള നിലവാരത്തിൽ അത് എത്ര നന്നായി ഇന്നിപ്പോൾ പറയുന്ന അയാളെ പോലെ പറയുന്നവർ എന്തായാലും കേരളത്തിൽ കുറവാണ്. അതുകൊണ്ട് വേടന് സവിശേഷമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, അത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ അയാളോട് ആവശ്യപ്പെടേണ്ടതുണ്ട്, എൻ്റെ പങ്കാളികളോട് മര്യാദയ്ക്ക് പെരുമാറുന്നത് ഇല്ല, ഇപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെയാണ് തുടരുന്നതെങ്കിൽ നമുക്ക് ഈ സപ്പോർട്ട് തരുന്നതിന് പറ്റത്തില്ല എന്ന് പറയാം. ഞാനിപ്പോൾ അത് രണ്ടാമത് എഴുതി ഞാൻ ഇന്ന് ഫേസ്ബുക്കിനകത്തിട്ട്, ഞാൻ അൺകണ്ടീഷണലായിട്ട് സപ്പോർട്ട് കൊടുത്തിരുന്ന ആളാണ്. പക്ഷേ ഇത് അവർ പറയുമ്പോൾ അതിനകത്ത് ന്യായമുണ്ടെന്നുണ്ട്. നമ്മൾ ഈ അച്ഛന്മാരാകാനൊന്നും ശ്രമിച്ചുകൂടാ. നമുക്ക് പറയാൻ പറ്റും, നമ്മൾ സപ്പോർട്ട്, നമ്മൾ അയാൾ പറഞ്ഞ ഒരു വരി നമുക്ക് കേൾക്കേണ്ടതാണ്. ഞാൻ ചെയ്ത് ജീവിച്ചതെല്ലാം ശരിയാണെന്നുള്ള നിലപാടൊന്നും എനിക്കില്ല, അതുകൊണ്ട് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മാറാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പം നമ്മളതിന് സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ അയാൾ ചെയ്യണമെന്ന് പറയാൻ പറ്റുന്ന ഓക്കെ ആണെങ്കിൽ എൻ്റെ ഈ പങ്കാളികളോട് അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് നന്നായി ചെയ്യേണ്ടതുണ്ട് എന്ന് പറയേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ കാണാം. അപ്പോൾ ആ സപ്പോർട്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ തരത്തിലുള്ള ചെറിയ കറക്ഷൻസിന് അയാൾ ചെയ്യാതിരിക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പേസേ ഇല്ല. അയാളാണത് പറഞ്ഞത്, ഞാൻ മെച്ചപ്പെട്ട ഒരു മനുഷ്യനായിട്ട് തിരിച്ചു വരും എന്ന് പറയുമ്പം ഇതാണ് പറയാൻ, ഞാനതാണ് പറഞ്ഞത്, ഇതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടണം എന്ന് പറയുന്നു. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളെ അവിടെ ഉള്ളു. അപ്പോൾ ഈ വേടന് പകരം ഉടനെ ഒരാളെ നമ്മൾ ആരും അങ്ങനെ പ്ലാൻ ചെയ്തുണ്ടാക്കുന്നവരല്ല. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. അവരവരുടെ സാഹചര്യത്തിനകത്തും അവരവർ നടത്തുന്ന എഫർട്ടിനകത്തും, പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തേങ്ങയിൽ നിന്ന് തേങ്ങ വീഴുമ്പോൾ നമ്മുടെ തലയിൽ തന്നെ വീഴുന്നു എന്ന് പറയുന്ന പോലെ ചില ഗുണങ്ങളും നമ്മുടെ തലയിൽ വീഴും. അങ്ങനെ വീഴുന്ന ചില സാധനം ലോകത്താരെങ്കിലും പ്ലാൻ ചെയ്ത് കിട്ടുന്നതല്ല. ഒരു പാട്ട് പാടിയത് വൈറലാകുക, ഒരു 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 വീഡിയോ വൈറലാകുക എന്ന് പറയുന്നതൊക്കെ, ആളുകളുടെ കൗതുകത്തിനകത്ത് പെടുക എന്ന് പറയുന്നത് ആരെങ്കിലും പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വേടന്മാരുണ്ടാകത്തില്ല, അതുപോലെ നമ്മൾ അറിയണം. പണ്ടേ ചക്ക വീണ് ചക്ക വീണ് മൊയിൽ തത്വം എന്ന് പറയുന്നത് എപ്പോഴും ചക്ക വീഴുമ്പോൾ നടക്കുന്ന കാര്യമല്ല എന്നറിയുന്നത് പോലെ അറിയണം. പക്ഷെ വേടൻ ഉണ്ടായ ആ പ്രതിഭാസം അതിനകത്ത് ഈ പറയുന്ന ജാതീയമായി തരംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് പ്രതിഷേധത്തിൻ്റെതായ എല്ലാ വരികളും ഇത്ര നന്നായി എഴുതുന്ന ഒരാളിനെ നമുക്ക് ഈ അടുത്തിടയ്ക്ക് കിട്ടിയിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു സ്പീഷീസാണ്. ഒരേ സമയത്ത് മറ്റൊന്ന്, അതേ സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഈക്വലായിട്ട് സ്ത്രീകളോട് പെരുമാറാനും ടെൻഡറായി, അതാണ് ശരിക്കും പറഞ്ഞ വാക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൗമ്യമായി പെരുമാറുന്ന പുരുഷന്മാരുണ്ടാകേണ്ടതുണ്ട്. നമ്മൾ ഭരണക്കാരാണ്. ഞാനൊക്കെ ജനിച്ച വീട്ടിൽ ജനിച്ചിട്ട് ഞാനിപ്പോൾ ഈ മര്യാദയ്ക്ക് പെരുമാറുന്ന പോലും പറ്റാത്ത വീട്ടിലാണ് ജനിച്ചിട്ടുള്ളത്. ഭയങ്കര പുരുഷന്മാരാകാൻ വേണ്ടി ആയിട്ടാണ് നമ്മളെല്ലാം വന്നിട്ടുള്ളത്. അവിടെ നിന്നൊക്കെ സാമാന്യ മര്യാദയ്ക്കൊക്കെ മനുഷ്യരോട് പെരുമാറാൻ കഴിയുന്നിടത്ത് എത്തിയതേ ഉള്ളൂ എന്ന് എനിക്ക് കാണാൻ പറ്റും. ഞാൻ സംസാരിക്കുമ്പോൾ ശബ്ദം ഉയർന്നു പോകുന്നത്, കൈയും കലാശവും ഒക്കെ കാണിക്കുന്നതൊക്കെ അതൊക്കെ ആരെങ്കിലും വിചാരിച്ച് പരിഹരിക്കാൻ. ഞാനാണെങ്കിൽ 10-12 വർഷം ഈ ചിത്തങ്ങളെ എല്ലാം നിരോധിച്ച് ഇങ്ങനെ അതൊക്കെ പഠിച്ചിട്ടുണ്ട്, ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അത് അഭിനയമാകുന്നേ ഉള്ളൂ. ശാന്തഗംഭീരന്മാരായിരിക്കുന്ന മുനിമാരുടെ ഇരിപ്പില്ല, നല്ലോണം അഭിനയിക്കാൻ അറിയാവുന്നവരാണെന്ന് എനിക്കറിയാം. അവർ ദേഷ്യപ്പെടുമ്പം അതിനെ ധാർമ്മിക രോഷം എന്നാണ് പറയുന്നത്. നമ്മളെല്ലാം ദേഷ്യപ്പെടും, ഇത്രയും വ്യത്യാസമുള്ളൂ. ഇപ്പം കൃഷ്ണനെ അർജുനനെ അമ്പ അയച്ചിട്ട് ചൊവ്വേ നേരെ അയക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിട്ട് ചാടി ചക്രായുധം എടുത്ത കാണില്ല. പക്ഷെ അയാൾ ഭയങ്കര യോഗിയാണെന്നാണല്ലോ ഇപ്പോൾ. പിന്നെന്തിനാണ് ചാടി ഇറങ്ങി ചക്രായുധം എടുത്തത്? നമുക്ക് യേശു ക്രിസ്തു കയറെല്ലാം എടുത്തിട്ട്
പള്ളിയിലിരുന്നവരെ മുഴുവൻ അടിച്ചോടിച്ചത്. അതുകൊണ്ടാണ് കുരിശിലടിച്ചത്. ആ ഒരൊറ്റ കാരണമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ കാണണം. അപ്പോൾ ഈ ഗുരുക്കന്മാരെല്ലാം ധാർമ്മിക രോഷമുള്ളവരാണ്. നമ്മളെല്ലാം പാവം പിടിച്ചവരായ കാരണം കൊണ്ട് നമുക്കൊക്കെ ദേഷ്യം വരും. അപ്പോൾ എനിക്ക് വികാരമൊക്കെ നമ്മളിങ്ങനെ പ്രകടിപ്പിക്കേണ്ടതാണെന്ന് നല്ല വിവരമുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ആളാണ്. എവിടെയാണ് ഏത് സന്ദർഭത്തിലാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് അറിയുക എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അറിയേണ്ടത്. അതല്ലാതില്ല. അല്ലാതെ ശാന്തഗംഭീര അഭിനയ നേതാക്കൾക്ക് പരമവീര ചക്രം കൊടുക്കുന്ന പോലെ അവന്മാർക്കെല്ലാം ഭരത് അവാർഡ് കൊടുക്കാം എന്നുള്ളതല്ലാതെ സത്യസന്ധമായ ഒരു കാര്യമല്ല. അങ്ങനെയല്ല നമ്മളത് വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഷോവൊക്കെ നമുക്കെല്ലാവർക്കും ഷോവ് മൂക്കിൻ്റെ തുമ്പത്തുള്ളവർ തന്നെയാണ്. പക്ഷെ അത് എവിടെയാണ് ചിലവാക്കാനുള്ളിടത്ത് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. നമ്മളല്ലാത്തടത്തൊന്നും ഇത് ചെയ്യത്തില്ല. ാനായിട്ട് അവിടെ എത്തിയവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാവരും ഒരു 20 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. സാറ് നേരത്തെ പറഞ്ഞതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഫെസ്റ്റിവിറ്റി മൂഡ്. അവരുടെ മനസ്സിലേക്ക് എന്താണോ നമ്മൾ വീടുകളിൽ, പരിസരങ്ങളിൽ അവനെ വിലക്കപ്പെടുന്നത്, അവിടുന്ന് അവൻ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു മോചനത്തിന് വേണ്ടി ഒരു പാട്ടിൻ്റെ താളത്തിനൊപ്പം തുള്ളാനായിട്ട് ശ്രമിക്കും. വേടൻ്റെ പാട്ടിലും അതിൻ്റെ എഴുത്തിലും സാഹിത്യത്തിലും ഒക്കെ അയാൾ നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിവുള്ള പ്രാപ്തരായിട്ടുള്ള കുട്ടികളാണെന്ന് നമ്മളെ ഭൂരിപക്ഷം പേരും വിചാരിക്കുന്നില്ല. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായതിനെ നമ്മൾ ജാതി പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെ വന്നു കൂടിയവരാരും ജാതിയുടെ അടിസ്ഥാനത്തിൽ വന്നവരുമല്ല. അപ്പം അതൊരു സംഗീത നിശ എന്ന് തന്നെ അതിനെ വിളിക്കുന്നു. സംഗീത നിശയെ ആസ്വദിക്കാൻ വന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ അയാളുടെ പാട്ടിലെ സാഹിത്യത്തിനെ വിരോധിക്കുന്ന സാറ് പറഞ്ഞ ഒരു കുറ്റം വിവരമില്ലാത്ത ഒരു എന്താ പറയുക ഭരണകർത്താക്കളിൽ നിന്ന് വന്നുപോയ ഒരു അബദ്ധം. പിന്നെ അവിടെ നേരത്തെ അദ്ദേഹം പറഞ്ഞ ഈ മോഹൻലാലിൻ്റെ നീതി അയാൾക്കൊരു നീതി അങ്ങനെയല്ല. നമ്മളൊരു ഒരു ഒരു റൂള് ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളത് പറയാണ്. ഇപ്പം ഞാൻ വാട്ടർ അതോറിറ്റിയിലിരിക്കുന്നു. പക്ഷെ നാഗേഷ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ആവശ്യമായിട്ട്. ഇപ്പം സാറ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ എൻ്റെ സർവീസ് നൽകുന്നതും ഒരു സാധാരണക്കാരൻ നൽകുന്നതും രണ്ടും രണ്ടിലാണ്, രണ്ട് രീതിയിലാണ്. അപ്പോൾ അതങ്ങനെ പാടില്ല എന്ന് നമുക്കറിയാം. എങ്കിലും സമൂഹത്തിൽ ഒരു അത് ജാതിയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. സമൂഹത്തിൽ അദ്ദേഹം വഹിക്കുന്ന ആ ഒരു പൊസിഷന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രിവിലേജ് അത് നമ്മൾ കൊടുക്കേണ്ടതല്ലേ എന്നുള്ളതാണ്. വേടൻ്റെ ഇഷ്യൂ നമ്മൾ പറയുമ്പം ഈ പ്രിവിലേജസ് എന്ന് പറയുന്നതാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ മൂല്യബോധമില്ലേ, ആ മൂല്യമാണ് ശ്രേണീബദ്ധം എന്ന് നമ്മൾ പറയുന്നത്. ബലം കൊണ്ട്, ധനം കൊണ്ട്, അറിവ് കൊണ്ട്, പദവി കൊണ്ട് ആധിപത്യമുള്ള ആൾക്കാർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന സമൂഹമാണ് നമ്മളുണ്ടാക്കിയത്. ആദ്യത്തേത് ബലമാണ് ഫസ്റ്റ്. അത് സംഘടിത ബലത്തിലേക്ക് പോകുമ്പോഴാണ് രാജാവാകുന്നത്. വ്യക്തിഗതമായിട്ട് തന്നെ ബലമുള്ള ആളിനെ കീഴടങ്ങിയാണ് നമ്മൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ റിസോഴ്സസ്, വിഭവങ്ങളുടെ മുകളിൽ ഈ ബലം കൊണ്ടുണ്ടാക്കിയ റിസോഴ്സസ് ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്ക് കീഴടങ്ങി നിന്ന് നമ്മുടെ ജീവിതം നയിച്ചുകൊണ്ട് പോകുന്നതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് ശേഷമാണ് നമ്മൾ ഈ അറിവെന്ന് പറയുന്ന അത് പലതരത്തിലെ സ്വന്തമായ കണ്ടെത്തലുകൾ കൊണ്ടും അതേപോലെ തന്നെ അനുഭവജ്ഞാനം, പണ്ട് നമ്മൾ അനുഭവജ്ഞാനം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ആ തരത്തിലുള്ള അനുഭവജ്ഞാനങ്ങളുടെ ആർക്കാണോ ഉള്ളത് അവരേക്കും നമ്മൾ കീഴ്പ്പെട്ട് നിൽക്കും. ഇതിനെല്ലാം ശേഷമുണ്ടാകുന്ന ഈ മൂന്നെണ്ണത്തിനകത്തൂടെ വരുന്ന വളരെ സൂക്ഷ്മമായ ഒരു ആധിപത്യ സ്ഥലമാണ് പ്രസിദ്ധി എന്ന് പറയുന്നത്. അതാണ് പദവികളായി രാജാവ് കൊടുത്തിരുന്നത്. ഒരു സിസ്റ്റം ഉണ്ടാക്കുന്ന രീതിയാണ്. അതിൻ്റെ അകത്തുണ്ടായിരിക്കുന്ന പ്രിവിലേജസിനെയാണ് നമ്മൾ ഈ ജാതിയെന്നും മതമെന്നും ഒക്കെ പറയുന്നത്. ഈ പറയുന്ന 4 ഘടകങ്ങളിനെ കൂട്ടിയിണക്കി ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കിയെടുത്തതാണ് രാജാവ്. അത് 10,000 വർഷം കൊണ്ട് പതുക്കെ 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 രൂപപ്പെടുത്തിക്കൊണ്ട് വന്ന, അല്ലാതെ ഒരു ദിവസം ആരംഭിച്ചതൊന്നുമല്ല. അത് നമ്മളിങ്ങനെ അറിയണം. അപ്പോൾ ഇത് വളരെ സ്വാഭാവികം എന്ന് നമുക്ക് തോന്നുന്ന നിലവാരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത്, ഒരു അങ്ങനെ വേണ്ടേ
എന്ന് ചോദിക്കുന്നത് സ്വാഭാവികമായി ഉണ്ടായതാണെന്ന് വിചാരിക്കുന്നത്. സ്വാഭാവികം എന്നുള്ള നിലവാരത്തിൽ പണ്ട് ഗോത്രത്തിനകത്ത് പ്രായമായവരെ ബഹുമാനിക്കാനായിട്ട് ആരും പഠിപ്പിക്കാതെ വരുന്നുണ്ട്. അത് നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളായിട്ടാണ് ജനിക്കുന്നത്. കുഞ്ഞുങ്ങളായി ജനിക്കുന്ന സമയത്ത് നിസ്സഹായമായ കുഞ്ഞായിട്ടാണ് ജനിക്കുന്നത്. ആരെങ്കിലും പ്രായമായവർ കൈകാര്യം ചെയ്ത് മാത്രം ജീവിച്ചുണ്ടായി വരുന്നത് കൊണ്ടാണ് നമുക്ക് പ്രായമായവരോട് അറിയാതെ ബഹുമാനം തോന്നുന്നത്. അതൊരു അറിയാതെ വരുന്നതെന്നാണ്. മറ്റു മൂന്നും അങ്ങനെയല്ല. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തുണ്ടാക്കിയത്. അത് നമ്മളിതിങ്ങനെ അപ്പോൾ അത് ഇപ്പോൾ വളരെ സ്വാഭാവികമായിട്ട് അപ്പോൾ ഈ പ്രായമായവരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അനുഭവജ്ഞാനം ഉള്ളവർ എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പോൾ ഒരു കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് നേരത്തെ ഏത് ഇനം വിത്താണ് ഈ സമയത്ത് ഇടേണ്ടത്, എപ്പം കൃഷി ഇറക്കണം, എപ്പം മഴ വരും, ഈ വരുന്ന മേഘം പെയ്യുമോ ഇല്ലയോ, നമ്മൾ ഈ കച്ചി വാരിയിട്ടിരിക്കുന്നത് കുത്തി കയറ്റണോ അതോ അവിടെ തന്നെ ഇട്ടിരുന്നാൽ മതിയോ, കരുണ്ടി മഴ പെയ്യുമോ പെയ്യത്തില്ലയോ എന്നും പറയാൻ, അപ്പം ലക്ഷണങ്ങൾ നോക്കി പറയാനുള്ള അറിവ്, ഇങ്ങനെ ആയിരക്കണക്കിന് മേഖലയിലുള്ള അറിവുകളെയാണ് നമ്മൾ ഈ പ്രായമായ അവരെ ബഹുമാനിക്കണമെന്ന് പറയുന്നത് ഈ പറയുന്ന മെക്കാനിസം കൊണ്ടാണ്. പിന്നെ നമ്മളെല്ലാം കുഞ്ഞുങ്ങളായിട്ട് ജനിക്കുന്ന കാരണം കൊണ്ട് ആശ്രയിക്കാതെ നമുക്ക് വരത്തില്ല. നമ്മുടെ ഉള്ളിലുള്ള ആ ആശ്രിതത്വം ആണ് നമ്മൾ ഈ ദൈവത്തിനെ കണ്ടുപിടിക്കുന്നിടത്തൊക്കെ എത്തുന്നത്. വലിയ അച്ഛനെയാണ് മഹാപിതാവ് അല്ലെങ്കിൽ മഹാ ഉണ്ടാക്കലുകാരനായിരിക്കുന്ന ഒരു ശക്തിയെപ്പറ്റിയുള്ള സങ്കല്പമൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. നമ്മുടെ ഉള്ളിലുള്ള ഹെറാർക്കിക്കലായിട്ട് ഈ പറയുന്ന അച്ഛൻ അമ്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ അഡൽട്ട്, ശരിക്കും പറയാം അമ്മ അച്ഛനെന്നല്ല പറയേണ്ടത്, പ്രായപൂർത്തിയായ അനുഭവജ്ഞാനമുള്ള ആൾക്കാരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടുള്ളത്. പക്ഷെ ബാക്കിയെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ ഒരു പ്രദേശത്തുള്ള ഒരാളിന് ഒരു പദവി കൊടുത്ത് അയാളെ ഇരുത്തി കഴിഞ്ഞാൽ, അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ ചട്ടമ്പി എന്നൊക്കെയുള്ള വാക്കൊക്കെ വരുന്നത്. ഒക്കെ ആ മേനോൻ നമുക്ക് തോന്നുന്നത് ജാതി പേരല്ല, അത് ശരിക്കും പറഞ്ഞാൽ സിസ്റ്റത്തിനകത്തെ പേരാണ്. ഈ കണക്കും ഇതുപോലുള്ള ഒരു പ്രദേശത്തിനെ രാജാവിന് വേണ്ടി നോക്കുന്ന ആളായിരുന്നു മേനോനെ അത് ഏൽക്കും. അപ്പോൾ അങ്ങനത്തെ വാക്കുകളാണ് ഇപ്പം നമ്മൾ തഹസീൽദാർ എന്ന് പറയുന്നത് പോലെ, കളക്ടർ എന്ന് പറയുന്ന പോലുള്ള വാക്കുകളാണ് ഈ പഴയ ഈ തരത്തിലുള്ള ഇന്ന് നമ്മൾ ജാതിപ്പേരെന്ന് വിചാരിക്കുന്ന പലതും നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അങ്ങനെയും കൂടെ അറിയണം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഹെറാർക്കിക്കലായിട്ടുള്ള തട്ട് സമൂഹത്തിൻ്റെ യുക്തിക്ക് വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ള, അപ്പോൾ പദവി ഉണ്ടായി തുടങ്ങിയതോടാണ് നമ്മളെല്ലാം പെട്ട്. അതുകൊണ്ട് അടുത്ത കൊല്ലം നമ്മൾ ഒളിമ്പിക്സിനകത്ത് നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടണമെന്ന് അറിയുന്ന പോലെയാണ് അടുത്ത ഉത്സവത്തിന് വിളിച്ച് ആദരിക്കുക. ഇപ്പോഴും ഈ പൊന്നാടയൊക്കെ അണിയിക്കുന്നുണ്ടല്ലേ, അവാർഡ് കൊടുക്കുക. ഇത് ആളുകളുടെ ഇടയിൽ നിന്ന് മറ്റുള്ളവരെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഇടനിലക്കാരായ വലിയൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഭരണ സംവിധാനം എന്ന് പറയുന്ന ഹെയറാർക്കി ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ആ ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന നിയന്ത്രണങ്ങളൊക്കെ എല്ലാവരെയും ചെയ്യാൻ പറ്റും. നിനക്ക് ഞാൻ കൂടുതൽ സ്വത്ത് തരുമെന്ന് മക്കളോട് പറഞ്ഞിട്ട് അച്ഛന്മാർ നിയന്ത്രിക്കുന്ന അതേ മെക്കാനിസം തന്നെയാണ് ഈ പറയുന്നതല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതിനകത്ത് ഒരു എലിമെൻ്റാണ് ഞാൻ ഈ പറഞ്ഞ പ്രായമായവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത്. ഒരു സംഘജീവി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ളതാണ്. അപ്പോൾ ആമ ഒരിക്കലും അതിൻ്റെ അമ്മയും അച്ഛനെയും ബഹുമാനിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ജനിതകമായി അതിന് കിട്ടിയ അറിവേ അതിനുള്ളൂ, അല്ലാതെ ആരും പേരൻ്റ് ചെയ്യുന്നില്ല. ആമയും ഒക്കെ മുട്ടയിടത്തേ ഉള്ളൂ, അത് അതിൻ്റെ പാട്ടിന് പോകും. മുട്ട വിരിയുന്നത് തന്നെ സൂര്യൻ്റെ ചൂടനുസരിച്ചിട്ട് ആണും പെണ്ണും പോലും ആകുന്ന അങ്ങനെയാണ്, അല്ലാതെ അടയിരിക്കുന്ന പോലുമില്ല. അത് കഴിഞ്ഞാൽ അത് വിരിഞ്ഞിറങ്ങുമ്പോൾ പിന്നെന്തുവാ വളരുന്നത്? ലൈംഗികമായ മെച്യൂരിറ്റി, സെക്ഷൽ മെച്യൂരിറ്റി എന്ന് പറയുന്ന സംഭവം മാത്രമേ ആമയിലൊക്കെ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരു അച്ഛനും അമ്മയും ആവശ്യമില്ലാതെ ഒരു തെങ്ങേന്നൊരു തേങ്ങ വീണാൽ അത് വെള്ളത്തിൽ വീണ് ഒഴുകി ഒരിടത്ത് പോയിരുന്ന് കിളിക്കുമ്പോൾ, അല്ലാതെ അച്ഛൻ തെങ്ങും അമ്മ തെങ്ങും കൂടെ ഇങ്ങനെ പരിചരിച്ചിട്ടുണ്ടായതൊന്നുമല്ല തെങ്ങൊന്നും. അതുകൊണ്ട് ജനിതകമായ അറിവ് മാത്രമുള്ള ജീവികളുടെ ലോകമാണ്. അതിനുശേഷമാണ് ജീവികൾ കണ്ടുപിടിച്ചതാണ് ഈ ഒരാളുടെ സ്വന്തം അനുഭവം മക്കൾക്ക് കൊടുക്കാം, നേരിട്ട് കൊടുക്കാം എന്ന് പറയുന്നതിനാണ് പേരൻറ്റിങ് എന്ന് പറയുന്നത്. നമുക്ക് പേരൻറ്റിങ്ങിന് മലയാളം ഇല്ല. ആർക്കെങ്കിലും അറിയാം? പേരൻറ്റിങ്
എന്ന് പറയുന്നതിനൊരു മലയാളം ഞാൻ രക്ഷയെന്ന് രക്ഷിക്കുന്ന പണിയെന്നല്ല, അത് അവനെ രക്ഷിക്കുന്നതല്ല അത്. അതിനകത്ത് കെയറുണ്ട്, ട്രാൻസ്ഫർ ഓഫ് നോളജ് ഉണ്ട്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു വാക്കില്ല. പിന്നെ ഈ രക്ഷകർത്താവ് എന്ന് പറയുന്ന വാക്ക് തന്നെ സംസ്കൃതമാണ്. മലയാളം പറ. ഞാനങ്ങനെ എഴുതാൻ ബാധ്യത വന്നത് ഈ വാക്ക് നിങ്ങൾ ആർക്കെങ്കിലും ഇതിനിടയ്ക്ക് നിങ്ങൾക്കൊക്കെ വിവരം വന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. എനിക്കിപ്പോഴും ഈ അച്ഛനമ്മ പ്രവർത്തനം എന്ന് പറയുന്നത് പറഞ്ഞാൽ വായിക്കൊള്ളത്തില്ല, അത്രയും നീളമുണ്ട്. അപ്പോൾ അതുപോലുള്ള സംഭവം നടന്നതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന കോംപ്ലക്സ് ആനിമൽസ് ഉണ്ടാകുന്നത്. പിന്നെ സംഘം, ഒരു സംഘജീവികളിനകത്തുണ്ടാകുന്ന കൂട്ടായ്മ, അപ്പോഴാണ് ഭാഷയൊക്കെ വരും. ഇതെല്ലാം ഈ ഇപ്പുറത്തിരിക്കുന്ന അറിവ് അപ്പുറത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന മെക്കാനിസങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിനകത്തൂടെയൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇത്തരത്തിലുള്ള മനുഷ്യരൊക്കെ ഉണ്ടാകുന്നത്, ഈ പറയുന്ന പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സ്ഥലമാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിനെ വേറൊരു വിഭാഗം പിടിച്ചടിമകളാക്കിയപ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിപ്പോൾ സ്വാഭാവികമാണെന്ന് തോന്നിപ്പോകുന്നത്. ഇപ്പം മോഹൻലാൽ വരുമ്പം അല്ലെങ്കിൽ പിണറായി വരുമ്പോൾ ഇപ്പം മോഹൻലാൽ വന്നാലും എല്ലാവരും എണ്ണീക്കും. അതാണ് പ്രസിദ്ധി എന്ന് പറയുന്നത്. അല്ലാതെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടല്ല, കുറേ വർഷമായിട്ട് അഭിനയിച്ച് അറിയപ്പെടുന്ന ആളായി. ഇപ്പോൾ അറിയപ്പെടുന്ന ആളാകാൻ വേണ്ടിയാണ് നമ്മളെല്ലാം പേരെല്ലാവരുടെയും എഴുതി വയ്ക്കുന്നത്. അങ്ങനെ അറിയപ്പെടുന്ന ആളെന്ന് പറയുന്നതാണ് ഏറ്റവും സൂക്ഷ്മമായ ആധിപത്യ വശം. അതുകൊണ്ടാണ് പണക്കാരനായ ആളുകളും ഈ വിളക്കും കാല് ഞാനാണ് ഉണ്ടാക്കിയെന്ന് എഴുതി വയ്ക്കുന്നതിനാണ്. അത് തന്നെ അങ്ങനെയാണ്. നിങ്ങൾ ഈ അമ്പലത്തിലെല്ലാം പോയാൽ മതി, ഇങ്ങനെ പേര് ഇങ്ങനെ എഴുതി വയ്ക്കും. അതെല്ലാം എഴുതി വയ്ക്കുന്നത് അറിയപ്പെടുക എന്ന് പറയുന്നത്. പണക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് അറിയപ്പെടാൻ പറ്റത്തില്ല. കുറച്ച് പേർക്ക് അറിയാൻ പറ്റുള്ളൂ. സിനിമ എടുത്ത മുതലാളിയെ ആരും ശ്രദ്ധിക്കുന്നുണ്ട്. അവ കൂടെ പോയി സ്റ്റേജിൽ കയറി നിന്നാൽ ഇത് ആരുടെ കൂടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന സ്ഥലമാണ്. സിനിമയിൽ അഭിനയിച്ചാലെന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ടു. എല്ലാവരും ആ സിനിമയുടെ പ്രചാരണത്തിന് തന്നെ പോസ്റ്റർ അടിക്കണം. പോസ്റ്റർ അടിച്ചാൽ ഈ ഇലക്ഷന് നിൽക്കുന്ന മന്ത്രിയേക്കാളും കൂടുതൽ അറിയപ്പെട്ടു. ഇതാണ് സ്ഥലം. ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും സിനിമയ്ക്കകത്ത് കയറാൻ ഈ വെപ്രാളം പിടിക്കുന്നത് മുഴുവൻ അതുകൊണ്ടാണ്. സിനിമാക്കാർ മുഴുവൻ പേരും രാഷ്ട്രീയത്തിൽ വരുന്നത് അതുകൊണ്ടാണ്. എളുപ്പമാണ്, അറിയപ്പെടാൻ വേറൊരു മെക്കാനിസം വേണ്ട. അപ്പോൾ അതുകൊണ്ട് ആ മേഖല ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാരണം അതുകൊണ്ട് തന്നെ എന്നെ ചീത്ത പറയുന്നത് ഇപ്പോൾ എല്ലാവരും. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ ചുമ്മാ നടന്ന് ഇതുപോലെ പണ്ടേ മുണ്ടിക്കൊണ്ടിരുന്നതാണ്. ഒരു ചീത്ത എനിക്ക് കേൾക്കണ്ടായിരുന്നു. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയക്കകത്തൂടെ ഈ സിനിമ പോലെ ഒരു സംഭവമാണ്. അതിങ്ങനെ ടെലിവിഷനകത്ത് ഇതിൽ കയറി വരും. അത് കാരണം കൊണ്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തോന്നിച്ചിട്ടാണ് എന്നെ ഈ ചീത്തയൊക്കെ പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ 10-40 വർഷമായിട്ട് ഇവിടെ നടന്ന് ഇങ്ങനെ തന്നെ വേണ്ടിക്കൊണ്ടിരുന്നത്, ആരും കാണുന്നില്ലായിരുന്നു. അപ്പോൾ ആ ഒരു മെക്കാനിസം വരുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന. അതുകൊണ്ട് ഈ അറിയപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും സൂക്ഷ്മമായ ആധിപത്യത്തിൻ്റെ സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ അത് ജാതിയല്ല മതമല്ല എന്ന് പറയുമ്പം ജാതി കൊണ്ട് മതം കൊണ്ടും കിട്ടിയിരുന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ അറിയപ്പെടുക എന്ന് പറയുന്നത് അവർ ചെയ്തിട്ടുള്ളത്. അത് വേടന് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നിക്ഷേപങ്ങളാണ്. നമ്മുടെ പാരമ്പര്യം, നമ്മുടെ അച്ഛനും അമ്മയും തരുന്ന പാരമ്പര്യം എന്ന് നമ്മൾ പറയുന്ന സാധനത്തിനകത്തെല്ലാം ആണ്. അപ്പോൾ അത് മതം കൊണ്ട് കിട്ടും, ജാതി കൊണ്ട് കിട്ടും, ഭാഷ കൊണ്ട്. ഇപ്പം ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്നവർക്ക്, ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന നാടാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കൂട്ടി ഇംഗ്ലീഷ് പറയാൻ അറിയാവുന്ന ഒരാളുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം അയാൾക്ക് സ്ഥാനം കിട്ടും. അപ്പോൾ ഇത് അറിയണം. അപ്പോൾ ഇതുകൊണ്ട് ഈ ഹെയറാർക്കി എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സമൂഹത്തിനകത്താണ് നമ്മൾ ഈ പറയുന്ന കാര്യം. അതുകൊണ്ട് അത് സ്വാഭാവികമല്ല.